ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഇതും ഒരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിത് നോക്കി തന്നെ പറയാൻ ശ്രമിച്ചു നോക്കിയാൽ ആൻസർ എത്ര കിട്ടുന്നു. അത്രയ്ക്കും ഈസിയാണ് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ഈ ഒരു കണ്ണിൽ കൂടി മാത്രമേ ഏതൊരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യനും കാണാവൂ. അതിൻ്റെ ഓപ്ഷൻ ആദ്യം നോക്കുന്നു. ഓപ്ഷൻ എല്ലാം ഡിഫറൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഏത് മെത്തേഡ് ചെയ്യണം? ഈ പറയുന്ന ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡ് നോക്കണം. ഇനി അഥവാ സെയിം ഓപ്ഷൻ ആണെങ്കിൽ അതിന് വേറൊരു മെത്തേഡ് ഉണ്ട്. അത് ഞാൻ വീണ്ടും ഇതേ സെയിം ക്വസ്റ്റ്യൻ വെച്ചാണ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. തക്കാലം നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡ് ഒന്ന് തറവാക്കാൻ വേണ്ടി 2-3 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന്. നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു ക്വസ്റ്റ്യൻ 73 സ്ക്വയർ. നമ്മൾ എന്തായാലും എന്ത് ചെയ്യും? ഒരു 73ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കും. നമുക്കറിയാം കണ്ടുപിടിക്കാൻ, ഞാനത് പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇനി അടുത്ത പ്ലസ് 864 മൈനസ് 31 സ്ക്വയർ. 31 സ്ക്വയർ നമുക്കറിയാം ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 35937 പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെയാണ്, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തുണ്ട്? ഒരു ക്യൂബ് റൂട്ട് നമ്പർ ഉണ്ട്. നമ്മളതിന് എന്ത് ചെയ്യണം? ഈ പറയുന്ന ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് മാത്രം മതി. അത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതെന്താവും? ഈ ഒരു ടൈം നെഗറ്റീവ് ആവും. അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നത് നമുക്ക് ആൻസർ കിട്ടും. ഉറപ്പായിട്ട് ആൻസർ എന്തുണ്ടാവും? ഈ ഒരു ഓപ്ഷനിലുണ്ടാവും. നമ്മളത് കാണുമ്പോൾ നമുക്ക് സന്തോഷം, നമ്മൾ കുത്തുന്നു, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. പക്ഷേ അത്രയും ഒരു സമയം കളയാനില്ല നമുക്ക്. അതിനൊരു പകുതി സമയം എടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കാം. ഇതെങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്? നമ്മൾ കുറച്ച് മുമ്പിട്ട് പറഞ്ഞേ ഉള്ളൂ. ഓപ്ഷൻ നോക്കുന്നു, ഓപ്ഷൻ എല്ലാം ഡിഫറൻ്റ് ആണെന്ന് നോക്കുന്നു. 8, 5, 9, 2, 6 ഓപ്ഷൻ എല്ലാം ഡിഫറൻ്റ് ആണ്. ഡിഫറൻ്റ് ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കും? ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡ് ഉപയോഗിക്കും. ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് ആയിരിക്കും അതിനകത്ത് ചെയ്യേണ്ടത്? നമ്മൾ ഇതാണ് നോക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഡിജിറ്റ് 3 അല്ലേ? നമ്മൾ 73 എന്ന് പറഞ്ഞാൽ നമ്പർ അതിന് മൈൻഡ് ചെയ്യുന്നില്ല. ലാസ്റ്റ് ഡിജിറ്റ് 3 ആണെങ്കിൽ 3ൻ്റെ സ്ക്വയർ വന്നാൽ നമുക്കറിയാം 3ൻ്റെ സ്ക്വയർ എത്രയായിരിക്കും? ഒരു 9 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു 73ൻ്റെ സ്കോർ കണ്ടുപിടിക്കുകയേ വേണ്ട. നമ്മൾ ജസ്റ്റ് ഒരു 3ൻ്റെ സ്കോർ ആണെങ്കിൽ അതിന് ആൻസർ എത്രയായിരിക്കും? 9 ആയിരിക്കും. 9 പ്ലസ് ഇവിടെ ജസ്റ്റ് വേറെ നമ്പർ ഒന്നുമില്ല. ഇതൊരു 4 ഡിജിറ്റ് 5 ഡിജിറ്റ് എന്ത് നമ്പർ ആയിക്കോട്ടെ, നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. എന്തുണ്ട്? ഒരു 4 ഉണ്ട്. 9 പ്ലസ് 4 നമ്മളത് മാത്രം നോക്കിയാൽ ഒരു ലാസ്റ്റ് ഡിജിറ്റ് 9 പ്ലസ് ഒരു ലാസ്റ്റ് ഡിജിറ്റ് 4. വീണ്ടും ഒരു മൈനസ് ഒരു 31 സ്ക്വയർ. ലാസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എത്രയായിരിക്കും? ഉറപ്പായിട്ട് അതും ഒരു 1 തന്നെ ആയിരിക്കും. മൈനസ് ഇത് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടല്ലേ ഒരു അഡീഷൻ വന്നേക്കുന്നത്. അത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ, ആ ഒരു സ്റ്റെപ്പ് ഞാൻ കുറച്ച് എഴുതുന്നേ ഉള്ളൂ. ഈ ഒരു നമ്പർ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇത് എന്താകും? ഒരു നെഗറ്റീവ് നമ്പർ ആകും. അങ്ങനെ ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അതിന് ആൻസർ എന്തായിരിക്കും? ഒരു ക്യൂബ് റൂട്ട് ഓഫ് ലാസ്റ്റ് ഡിജിറ്റ് 7. ക്യൂബ് റൂട്ട് ഓഫ് ലാസ്റ്റ് ഡിജിറ്റ് 7 എത്രയായിരുന്നു? 7 വന്നാൽ ക്യൂബ് റൂട്ട് എത്ര വരും? 3 വരും. അതിൻ്റെ ആൻസർ 7 ആണ് ലാസ്റ്റ് ഡിജിറ്റ് എങ്കിൽ അതിന് ക്യൂബ് റൂട്ട് ലാസ്റ്റ് ഡിജിറ്റ് എത്ര വരും? ഒരു ലാസ്റ്റ് ഡിജിറ്റ് 3 ആയിരിക്കും. ഇസ് ഈക്വൽ ടു എന്താണോ അതായിരിക്കും നമ്മുടെ ആൻസറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്. ഇനി ഈ ഒരു സിംഗിൾ ഡിജിറ്റ് കാൽക്കുലേഷൻ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ആലോചിച്ചൊക്കെ ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ടോ, എത്ര നമ്പർ ഡിജിറ്റ് ഉണ്ടോ, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എന്തുണ്ടോ, നമ്മൾ അതിൻ്റെ എല്ലാം എന്ത് ചെയ്താൽ മതി? സിംഗിൾ ഡിജിറ്റ് അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ മാത്രം ചെയ്താൽ മതി. അപ്പോൾ അത്ര എളുപ്പമാണ് നമുക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ഈ സിംഗിൾ ഡിജിറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് നോക്കാം. ഒരു 9 പ്ലസ് 4 9 പ്ലസ് 4 നമുക്ക് എത്ര കിട്ടും? ലാസ്റ്റ് ഡിജിറ്റ് 9 പ്ലസ് 4 എത്ര കിട്ടും? 13 കിട്ടും. 13 എന്ന് വെച്ചാൽ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 3 അല്ലേ? നമ്മളെപ്പോഴും ലാസ്റ്റ് ഡിജിറ്റ് മാത്രമല്ലേ എടുക്കുന്നുള്ളൂ. അപ്പം 9 പ്ലസ് 4 ഒരു ലാസ്റ്റ് ഡിജിറ്റ് 9 പ്ലസ് ലാസ്റ്റ് ഡിജിറ്റ് 4 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ലാസ്റ്റ് ഡിജിറ്റ് 3 കിട്ടും. അതായത് 9 പ്ലസ് 4 ചെയ്യുന്നു, നമുക്ക് 13 കിട്ടി. നമുക്ക് 13 ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്ത് മാത്രം മതി? ഒരു 3 മാത്രം മതി. കാരണം നമ്മളിവിടെ എന്തേ എടുക്കുന്നുള്ളൂ? ഒരു ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുന്നുള്ളൂ. ഇനി വീണ്ടും ഈ 3 മൈനസ് 1 എത്ര കിട്ടും? 2 കിട്ടും. വീണ്ടും ഈ 2 മൈനസ് 3 നമുക്ക് എന്ത് കിട്ടും? ഒരു -1 കിട്ടും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് ക്വസ്റ്റ്യൻ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ 2 - 3 -1 എടുക്കുക. ഈ -1നെ പോസിറ്റീവ് ആക്കാൻ എന്ത് ചെയ്യണം? ആ രീതി ചിന്തിച്ചാലും മതി. 2 രീതിയിൽ എടുക്കാം. കാരണം ഇവിടെ നമ്മൾ വലിയ നമ്പേഴ്സാണ് എടുക്കുന്നത്. ജസ്റ്റ് ഒരു 2 - 3 ആണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, സപ്പോസ് ചിലപ്പോൾ ഇതൊരു 102 - 23 ആയിരിക്കും. അപ്പോൾ നമുക്ക് നെഗറ്റീവ് നമ്പർ കിട്ടാൻ സാധ്യതയുണ്ടോ? ഇല്ല. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുന്നത് ഇതെല്ലാം വലിയ പോസിറ്റീവ് നമ്പേഴ്സ് അല്ലേ? ആൻസർ ഓപ്ഷൻ പോസിറ്റീവ് അല്ലേ? ഉറപ്പായിട്ട് നമുക്ക് ആൻസർ ഓപ്ഷൻ നെഗറ്റീവ് -1 വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. എങ്കിൽ ഈ നെഗറ്റീവ് -1 അങ്ങനെ മാറ്റാം. ഇങ്ങനത്തെ ഒരു ഡൗട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടത്. ഇങ്ങനെ ഒരു -1 വന്നാൽ സാധാരണ രീതിയിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ അഡീഷൻ ചെയ്യുമ്പോൾ, സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നെഗറ്റീവ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? തൊട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു 10 കടമെടുക്കും. അങ്ങനെയല്ലേ ശീലിച്ചിട്ടുള്ളത്? അപ്പം 10 കടമെടുത്ത് ഇവിടെ കൊടുക്കും. അപ്പം 10 - 1 ആൻസർ എത്ര കിട്ടണം? 9 കിട്ടണം. എങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ആൻസറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയായിരിക്കും? 9 ആയിരിക്കും. നോക്കാം നമുക്ക് ആൻസറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 9 ഉണ്ടോ എന്ന്. 8, 5, 9 ഉറപ്പായിട്ട് ആൻസർ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. കാരണം വേറെ എങ്ങനെ ലാസ്റ്റ് ഡിജിറ്റ് എന്തില്ല? 9 ഇല്ല. ഇത്രയും ഈസി ആയിട്ട് നമുക്കൊരു ക്യൂബ് റൂട്ട്, സ്ക്വയർ 2 ടൈം, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്ത് നമ്പർ ഉണ്ടെങ്കിലും അതെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓർത്ത് വെച്ചേക്കുക. ഒന്നും കൂടി പറയാം എങ്ങനെ ചെയ്യുന്നതെന്ന്. നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ എന്ത് മാത്രം എടുത്താൽ മതി? യൂണിറ്റ് പ്ലേസ്, ലാസ്റ്റ് ഡിജിറ്റ് മാത്രം എടുത്താൽ മതി. റൈറ്റ് സൈഡിലെ ഡിജിറ്റുകൾ മാത്രം എടുക്കുക. അതിനകത്ത് എന്താണോ കാൽക്കുലേഷൻ വരുന്നത് ആ കാൽക്കുലേഷൻ മാത്രം ചെയ്യുക.
പിന്നെ നമുക്ക് എന്താണ് അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ എന്താണുള്ളത് അത് മാത്രം ചെയ്യുക. ആൻസർ ഓപ്ഷൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാൻ എങ്ങനെയായിരുന്നു? ഒരു 73 ആയിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് 73ൻ്റെ സ്കോർ എടുക്കുന്നില്ല, 3ൻ്റെ സ്കോർ എടുക്കുന്നു. 3ൻ്റെ സ്കോർ നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. പ്ലസ് വീണ്ടും ഒരു 784 ഉണ്ട്, ലാസ്റ്റ് ഡിജിറ്റ് 4 മാത്രം എടുക്കുന്നു. വീണ്ടും ഒരു 31ൻ്റെ സ്കോർ ഉണ്ട്, നമ്മളൊരു 1ൻ്റെ സ്കോർ മാത്രം നോക്കുന്നു. 1ൻ്റെ സ്കോർ ഉറപ്പായിട്ട് എത്രയായിരിക്കും? 1 തന്നെയായിരിക്കും. ഇതൊരു മൈനസ് ആയതുകൊണ്ട് -1 എന്ന് എഴുതുന്നു, ലാസ്റ്റ് ഡിജിറ്റ് 1. വീണ്ടും ഇത് ഈസ് ഈക്വൽ ടു അപ്പുറത്തല്ലേ, അഡീഷൻ അല്ലേ. അപ്പോൾ അഡീഷൻ ഇവിടെ ഒരു പോസിറ്റീവ് നമ്പർ ആവേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? ഒരു നെഗറ്റീവ് നമ്പർ ആവും. ഒരു ക്യൂബ് റൂട്ട് ഓഫ് ലാസ്റ്റ് ഡിജിറ്റ് 7 ആണെങ്കിൽ, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ക്യൂബ് റൂട്ട് ഓഫ് ലാസ്റ്റ് ഡിജിറ്റ് 7 ആണെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും? ഒരു ലാസ്റ്റ് ഡിജിറ്റ് 3 ആകാവൂ. നമ്മൾ വേറെ മെത്തേഡ്, ബാക്കി ഇങ്ങോട്ട് 3 ഡിജിറ്റ് കഴിഞ്ഞിട്ടുള്ള നമ്പർ അതൊന്നും ചെയ്യണ്ട. നമ്മൾ ജസ്റ്റ് എന്ത് മാത്രം എടുത്താൽ മതി? ആ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം എടുത്താൽ മതി. നിങ്ങൾ കുറച്ചുകൂടി കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സാധാരണ രീതിയിൽ ചെയ്ത് നോക്കൂ. ഈ ആൻസർ തന്നെയാണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് അപ്പോൾ ചെക്ക് ചെയ്യാനും പറ്റും. പക്ഷേ ഒരിക്കലും നിങ്ങൾ ആ മെത്തേഡ് ഫോളോ ചെയ്യരുത്. നിങ്ങൾ ജസ്റ്റ് ഇന്ന് പഠിക്കാൻ വേണ്ടി മാത്രം അത് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ട്രിക്കി മെത്തേഡുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ നോക്കാം. ഒരു ലാസ്റ്റ് ഡിജിറ്റ് 3 കിട്ടി, ഇതായിരിക്കണം നമ്മുടെ ആൻസർ. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത്? 9 + 4. നിങ്ങൾ ഈ 13നെ 3 ആയിട്ട് എടുക്കാതെ 13 എടുത്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആൻസർ കിട്ടും. 9 + 4 13 കിട്ടി. 13 - 1 എത്ര കിട്ടി? 12 കിട്ടി. 12 - 3 എത്ര കിട്ടി? 12 - 3 9 കിട്ടി. അങ്ങനെ ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും. പക്ഷേ എല്ലാ കേസിലും നമ്മളിങ്ങനെ അതേപോലെ ആഡ് ചെയ്യണമെന്നില്ല. എപ്പോഴെങ്കിലും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇതിൽ അഡീഷൻ സബ്ട്രാക്ഷൻ നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യും? അപ്പുറത്തെ ഡിജിറ്റിൽ നിന്ന് ഒരു 10 കടമെടുക്കും. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തപ്പോൾ ഒരു -12 ആണ് കിട്ടിയതെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, നമ്മൾ ആഡ് ചെയ്ത് വന്നപ്പോൾ യൂണിറ്റ് പ്ലേസെല്ലാം ആഡ് ചെയ്ത് വന്നപ്പോൾ നമുക്കൊരു -12 ആണ് കിട്ടിയത്. എങ്കിൽ ഈ 2 ഡിജിറ്റ് ആണോ തപ്പേണ്ടത്? അല്ല. -12 ആണ് കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു 20 കടമെടുക്കണം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു 2 ഡിജിറ്റ് 2 കടമെടുക്കണം. 10ന് താഴെയാണെങ്കിൽ ഒരു 1 കടമെടുക്കുക. ഒരു 1 ഡിജിറ്റ് കുറയ്ക്കുന്നു, എന്നിട്ട് 10 എഴുതി 10ൽ നിന്ന് കുറയ്ക്കുന്നു. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. 10നേക്കാൾ കൂടുതലുള്ള നമ്പറാണ് നെഗറ്റീവ് വരുന്നതെങ്കിൽ നമുക്ക് 10 എടുത്താൽ മതിയാകുമോ? ഇല്ല. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു 2 ഡിജിറ്റ് കുറച്ചെഴുതും പോസിറ്റീവ് നമ്പർ, എന്നിട്ട് ഇവിടെ എന്ത് എഴുതും? ഒരു 20 ആഡ് ചെയ്യും. അപ്പോൾ 20 - 12 ആൻസർ എത്ര കിട്ടണം? ഒരു പോസിറ്റീവ് 8. ആ 8 ആയിരിക്കണം നോക്കേണ്ടത് ലാസ്റ്റ് ഡിജിറ്റ്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പം നെഗറ്റീവ് എവിടെയെങ്കിലും വന്നാൽ 10ൽ താഴെയാണ് വരുന്നതെങ്കിൽ 10 ആഡ് ചെയ്യുക, 10ൽ നിന്ന് കുറയ്ക്കുക. 10നേക്കാൾ വലിയൊരു നെഗറ്റീവാണ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? എത്രയാണ് വരുന്നത്? 10 to 20 ആണെങ്കിൽ 20ൽ നിന്ന് കുറയ്ക്കുക. ഇനി -23 ആണ് കിട്ടുന്നതെങ്കിലോ 30 - 23 7 പോസിറ്റീവ് നമ്പർ ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചേക്കുക. ഈ ഒരു കാര്യങ്ങൾ ഓർക്കുക. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. കാരണം നമ്മൾ ഡിജിറ്റൽ റൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് വന്നാൽ ചെയ്യുന്ന കാര്യം നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയും എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യണം. ഇത്രയും സിമ്പിളാണ് സിംപ്ലിഫിക്കേഷൻ. നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ശീലിക്കരുത്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് തന്നെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നേ ഇല്ല. ജസ്റ്റ് നമ്മൾ എന്തേ ചെയ്യുന്നുള്ളൂ? അതിൻ്റെ യൂണിറ്റ് പ്ലേസിലുള്ള അഡീഷൻ സബ്ട്രാക്ഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അത്ര എളുപ്പമാണ്. നമുക്കിത് ചെയ്യാൻ പേപ്പറിൻ്റെ പേനയുടെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് മൈൻഡ് ചെയ്തുകൂടെ ഈ കാര്യങ്ങളൊക്കെ? ജസ്റ്റ് മൈൻഡിൽ ആഡ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ? 4+3 ഒക്കെ ആഡ് ചെയ്യാൻ മൈൻഡിൽ ചെയ്താൽ പോരെ. അപ്പോൾ എത്ര വലിയ ക്വസ്റ്റ്യൻ ആയാലും അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈൻഡിൽ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അത്ര ഈസിയാണ് സിംപ്ലിഫിക്കേഷൻ. അപ്പോൾ ഞാൻ ഇനി 1-2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. തക്കാലം ഇത് നിങ്ങൾ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് വീണ്ടും ഒരു വീഡിയോ കൂടെ നോക്കാം, വേറൊരു ക്വസ്റ്റ്യൻ. ശരി.